എന്റെ പേര് ആമിന റഫാന. ഞാനൊരു ജൂനിയർ കേഡറ്റാണ്. ഗാന്ധി കുടുംബക്കാർ ബനിയ ജാതിയിൽപ്പെട്ടവരാണ്. അവർ ആദ്യം പലചരക്ക് വ്യാപാരികളായിരുന്നു അത്രേ. എന്നാൽ എന്റെ മുത്തച്ഛൻ മുതൽ 3 തലമുറയായി അവർ കത്തിയാവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങൾ പ്രധാനമന്ത്രിയായിരുന്നു. അവരിലൊരാളായിരുന്നു എന്റെ മുത്തച്ഛനായ ഉത്തം ചാണ്ടി അഥവാ ഓട്ടാ ഗാന്ധി. തത്വനിഷ്ഠയുള്ള ഒരാളായിരുന്നിരിക്കണം. പോർബന്തറിലെ ദിവാനായിരുന്ന അദ്ദേഹത്തിന് അവിടുത്തെ ഉപാചാപങ്ങൾ മൂലം അതുപേക്ഷിച്ചു ജുനാഗാദിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ അദ്ദേഹം നവാബിനെ ഇടത്തെ കൈകൊണ്ട് അഭിവാദ്യം ചെയ്തത്. ഈ പ്രകടമായ അനാദരവ് കണ്ട് ആരോ കാരണം ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി: എന്റെ വലതു കൈ പോർബന്തറിന് സമർപ്പിച്ചു പോയി. ആദ്യ ഭാര്യ മരിച്ച ശേഷം ഓട്ടാ ഗാന്ധി രണ്ടാമതും വിവാഹം ചെയ്തു. ആദ്യ ഭാര്യയിൽ 4 രണ്ടാമത്തെ ഭാര്യയിൽ 2 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി. ഇവർ ഒരേ അമ്മയുടെ മക്കളല്ലെന്ന് കുട്ടിക്കാലത്ത് അറിയുകയോ അങ്ങനെ തോന്നാൻ ഇടവരുകയോ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഈ 6 സഹോദരന്മാരിൽ 5-മനാണ് കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി. 6-മൻ തുളസിദാസ് ഗാന്ധിയും. ഇവർ പുറകെ പോർബന്തറിലെ പ്രധാനമന്ത്രിമാരായി. കാബ ഗാന്ധിയായിരുന്ന എന്റെ അച്ഛൻ. അദ്ദേഹം രാജാധനി കോടതിയിലെ ഒരംഗമായിരുന്നു. നാടുവാഴികളും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് അക്കാലത്ത് വളരെ ശക്തമായുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ കോടതി. ഇപ്പോൾ അത് നിലവിലില്ല. അച്ഛൻ കുറച്ചു കാലം രാജ്കോട്ടിലും പിന്നീട് വങ്കനാറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. മരിക്കുമ്പോൾ രാജ്കോട്ട് വക പെൻഷൻ കിട്ടിയിരുന്നു. ഓരോ ഭാര്യമാരുടെയും മരണത്തെ തുടർന്ന് മറ്റൊന്ന് എന്ന മട്ടിൽ അദ്ദേഹം 4 തവണ വിവാഹം കഴിച്ചു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനം ഒരു പാതയാണ്. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല. സത്യമാണ് എന്റെ ദൈവം. അഹിംസയാണ് അത് സാക്ഷാത്കരിക്കാനുള്ള മാർഗം. എന്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. നിർഭയമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതാണെങ്കിൽ മാത്രം സംസാരിക്കുക. നന്മ അല്ലെങ്കിൽ സത്യം അസ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് തിന്മ. സത്യം വെറും വാക്കല്ല, അത് ജീവിതാനുഭവമാണ്. ആയുധമില്ലാത്ത ആത്മശക്തിയോട് നേരിടുമ്പോൾ ആയുധം ശക്തിഹീനമാണ്. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപികയുമില്ല. നന്മയും തിന്മയും തിരിച്ചറിയാൻ സഹായിക്കാത്തത് വിദ്യാഭ്യാസമല്ല, മറ്റെന്തോ ആണ്. നല്ല സ്വഭാവമുള്ളവർക്ക് നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയും. മനുഷ്യനായത് കൊണ്ട് മാത്രം നിങ്ങൾ വലിയവനാകുന്നില്ല, മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴേ വലിയവനാകുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എന്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തിയുടെ ഗുണമാണ്. ഏറ്റവും മാന്യമായ രീതിയിൽ ലോകത്തെ വിറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുക. ഒരു ശിശുവിൻ്റെ ശരീരത്തിൽ മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. സത്യം വെറുമൊരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. പാവത്തെ വെറുക്കുക, പാവിയെ സ്നേഹിക്കുക. സത്യമാണ് ദൈവം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മഹാത്മാഗാന്ധി. ഒരാളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമത്തെ ആശ്രയിച്ചാണ് മഹത്വം, മറിച്ച് അതിലെത്തിച്ചേരുന്നതല്ല. സമാധാനത്തിലേക്ക് ഒരു പാതയില്ല, സമാധാനമാണ് പാത. കോപം അഗ്നി പോലെയാണ്, നാശമുണ്ടാക്കിയതടങ്ങും. ഗാന്ധി.
ഗാന്ധിജിയുടെ മഹാവചനങ്ങൾ. എൻ്റെ പേര് അനന്യ, ഞാനൊരു സീനിയർ കേഡറ്റാണ്. മനുഷ്യരാശിയുടെ ഏകാന്തതയിൽ ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥ മൂലധനം വെള്ളിയോ സ്വർണമോ അല്ല, അധ്വാനശേഷിയും ബുദ്ധിശക്തിയുമാണ്. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കുക എന്നതാണ്. നന്മ അല്ലെങ്കിൽ സത്യം ആസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് തിന്മ. നിർമാല്യമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാകുന്നില്ല. അതുപോലെയാണ് മനുഷ്യത്വം, അതൊരു സമുദ്രം പോലെയാണ്. അതിനാൽ മനുഷ്യത്വത്തിൽ വിശ്വാസം വേടിയായിരിക്കും. ആയുധമില്ലാതെ ആത്മശക്തിയോട് നേരിടുവാൻ ആയുധം ശക്തിഹീനമാണ്. ആദ്യം നിങ്ങൾ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹാത്മാഗാന്ധി. സത്യമാണ് എൻ്റെ ദൈവം, അഹിംസയാണ് അവനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം. ये बता, तुमने कभी नरक के बारे में सोचा? नहीं ना? नहीं मैंने। पर ये आदमी है जिसने ये किताब लिखी है, ईसाई, और कहता है कि अगर विश्वास करना है तो यहाँ कर इस जगह। माफ कीजिए सर, कितने दिन से आप साउथ अफ्रीका में हैं? एक हफ्ता। और आपने टिकट कैसे मिला? क्या कर रहे हो उस जगह कुली? क्यों, ये टिकट है, फर्स्ट क्लास टिकट। ये कैसे हासिल हुआ? मैंने डाक से मंगवाया था। मैं एक वकील हूँ और इतना समय नहीं था कि मैं यहाँ कोई गलत वकील नहीं साउथ अफ्रीका में। थर्ड क्लास पे जाओ। चलिए ले चलता हूँ सामान। नहीं, रुकिए जरा। ये देखिए, मोहनदास के कानी, अटॉर्नी एट लॉ। इस वक्त मैं प्रिटोरिया जा रहा हूँ एक हिंदुस्तानी कंपनी के मुकदमे के लिए। सुना नहीं तुमने? यहाँ कोई काला वकील नहीं, ये साउथ अफ्रीका। सर, मैंने वकालत पास की है लंदन से और मेंबर हूँ हाई कोर्ट चांसरी का, और तभी वकालत कर रहा हूँ क्योंकि आपकी नजर में मैं काला आदमी हूँ। इससे ये तो जाहिर हुआ कि कम से कम एक काला वकील तो है।